പറയുന്നുവല്ലോ. എന്നെ കേൾക്കുന്ന എല്ലാ അഭിഷക്തന്മാർക്കും കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹവും ക്രിസ്തീയ വന്ദനവും അറിയിക്കുന്നു. പ്രത്യേകാൽ ലോക രാജ്യങ്ങളിലിരുന്ന് ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ അഭിഷക്തന്മാർക്കും കർത്താവിൻ്റെ നാമത്തിലുള്ള സ്നേഹവും ക്രിസ്തീയ വന്ദനവും അറിയിക്കുന്നു. കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഈ മെസ്സേജ് കേട്ടിട്ട് അനേകർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ എന്ന് കർത്താവിൽ പ്രാർത്ഥിക്കുന്നു. അല്പനിമിഷം ചിന്തയ്ക്കായി ആമേൻ. 1 ശമൂവേൽ പ്രവാചകന്റെ പുസ്തകം 16-ാമത്തെ അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യം. അവിടെ ഇങ്ങനെ വായിക്കുന്നു: നിന്റെ പുത്രന്മാർ എല്ലാവരുമായോ എന്ന് ശമൂവേൽ ചോദിച്ചതിന് അവൻ ഇനി ആമേൻ ഉള്ളതിൽ ഇളയവനുണ്ട്, അവൻ ആടുകളെ മേയ്ക്കുവാൻ ആമേൻ പോയിരിക്കുന്നു എന്ന് പറഞ്ഞു. ശമൂവേൽ ഈശായിയോട് ആളയച്ച് അവനെ വരുത്തുക, അവൻ വന്നിട്ടല്ലാതെ ആമേൻ നാം പന്തിക്ക് ഇരിക്കുകയില്ല എന്ന് പറഞ്ഞു. സ്തോത്രം. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദാംശമാണ് നമ്മളിവിടെ വായിച്ചത്. നമുക്കറിയാം, യഹോവയായ ദൈവം ഇതിൻ്റെ പ്രാരംഭവാക്യം മുതൽ നമ്മൾ വായിക്കുമ്പോൾ ശമൂവേലിനോട് പറയുകയാണ്, നീ ഒരു കാര്യം ചെയ്യണം. ആമേൻ. നീ ഒരു മനുഷ്യനെ അഭിഷേകം ചെയ്യാൻ നീ എന്ത് ചെയ്യണം? ആമേൻ. കൊമ്പ് നിറയെ തൈലമെടുത്ത് നിറച്ച് പുറപ്പെടുക എന്ന് ദൈവം അവരോട് പറയുകയാണ്. സ്തോത്രം. അവിടെ വായിച്ചത് ഇങ്ങനെയാണ്: ഈശായിയുടെ അടുക്കൽ ആമേൻ അവനെ അയച്ചു. സ്തോത്രം. അപ്പോൾ ഈശായിയുടെ മക്കളെ എല്ലാവരെയും വിളിച്ച് ആമേൻ പുറത്ത് ഇറക്കുന്ന ഓരോരുത്തരെ പുറത്തിറക്കുമ്പോൾ ആമേൻ സ്തോത്രം, നല്ല പൊക്കവും തടിയും ഉള്ള ആളിനെ കണ്ടപ്പോൾ ഇവൻ തന്നെ എന്ന് ചാടി എണീക്കുമ്പോഴും പ്രൈസ് ദി ലോർഡ് ആമേൻ കർത്താവ് പറയുക, നീ അവൻ്റെ പൊക്കമോ ഉയരമോ ആരോഗ്യമോ ഒന്നും അല്ല നോക്കേണ്ടേ, നീ അവൻ്റെ അകത്തളങ്ങളിൽ നോക്കണം. മനുഷ്യൻ മുഖവും കണ്ണും പൊക്കവും നോക്കുമ്പോൾ യഹോവയോ എവിടെ നോക്കുന്നു? ഹൃദയങ്ങളെ നോക്കുന്നു എന്ന് ആമേൻ നമുക്കവിടെ കാണാൻ കഴിയുന്നു. അങ്ങനെ ദൈവത്തിൻ്റെ അഭിഷക്തനായിരിക്കുന്ന ശമൂവേൽ പ്രവാചകൻ സ്തോത്രം ഈശായിയുടെ വീട്ടിൽ പോയി അവരെ മക്കളെ എല്ലാവരെയും വിളിച്ച് പുറത്തിറക്കുമ്പോഴും ആമേൻ ചോദിക്കുന്ന ചോദ്യം 9-ാം വാക്യത്തിൽ ചോദിക്കുന്നു: പിന്നെ ഈശായി ഷമ്മയെയും വരുത്തി, ഇവനെയും യഹോവ തിരഞ്ഞെടുത്തിട്ടില്ലേ എന്ന് അവൻ പറഞ്ഞു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഈശായി 7 പുത്രന്മാരെ ശമൂവേലിൻ്റെ മുൻപിൽ വരുത്തി. എന്നാൽ ശമൂവേൽ ഈശായിയോട് യഹോവ ഇവരെ തിരഞ്ഞെടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. സ്തോത്രം. അപ്പോൾ ഈ മുൻപേ ഉള്ള 7 പേരെയും ദൈവം എന്ത് ചെയ്തിട്ടില്ല? തിരഞ്ഞെടുത്തില്ല. സ്തോത്രം. അപ്പോൾ തിരഞ്ഞെടുപ്പിൻ്റെ വാഴ്ത്തത്വവും വിളിയുമുള്ള ഒരുത്തൻ ഈ വീട്ടിനകത്തുണ്ട്. ആമേൻ എന്ന് പരിശുദ്ധാത്മാവ് അവനെ വെളിപ്പെടുത്തി. അതാ ചോദിച്ച 11-ാം വാക്യത്തിൽ, നിന്റെ പുത്രന്മാർ എല്ലാവരുമായോ എന്ന് ശമൂവേൽ ചോദിച്ചതിന് അവൻ ഇനി ആമേൻ ഉള്ളവൻ, അവൻ ഇനി ഉള്ളതിൽ ഇളയവനുണ്ട്. ആമേൻ. നോക്കിക്കേ. അപ്പോൾ അവനെ വരുത്താൻ ശമൂവേൽ പറയുമ്പോൾ സ്തോത്രം ഈശായി ഉടനെ ആളയച്ച് ഉൾവനത്തിൽ ആടുകളുടെ കൂടെ ഇരിക്കുന്ന ആമേൻ ദാവീദിനെ വരുത്തുകയാ ഇന്ന് പകലിൽ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നോക്കിക്കേ 12-ാം വാക്യം. ഉടനെ അവൻ ആളയച്ചു അവനെ വരുത്തി. എന്നാൽ അവൻ പവിഴ ആമേൻ നിറമുള്ളവനും ആമേൻ സ്തോത്രം പ്രൈസ് ദി ലോർഡ് ആമേൻ നല്ല ഭംഗിയുള്ള ഒരു സുന്ദരനും പ്രൈസ് ദി ലോർഡ് കോവള രൂപിയും ആയിരുന്നു. അപ്പോൾ യഹോവ എഴുന്നേറ്റ് അവനെ അഭിഷേകം ചെയ്യുക, ഇവൻ തന്നെ ആകുന്നു എന്ന് കൽപ്പിച്ചു. കണ്ടോ? ഹല്ലേലൂയ. അപ്പോൾ ശമൂവേലിന് പലപ്പോഴും തെറ്റിപ്പോയി. ഇവനായിരിക്കും, നല്ല പൊക്കമുണ്ടല്ലോ, നല്ല സൈസ് ഉണ്ടല്ലോ എന്നൊക്കെ നോക്കി ഇന്നപ്പോൾ ദൈവം ശമൂവേലിനോട് പറയാം, നോ നോ നോ, നീ അത് ചെയ്യരുത്. ഒരാളുടെയും മുഖം നോക്കരുത്, ഒരാളുടെയും സൈസ് നോക്കരുത്. ഇന്ന് പകലിൽ ദൈവകുഞ്ഞെ, ആരും ശ്രദ്ധിക്കപ്പെടാതെ ഒരുത്തൻ വാഴ്ത്തത്വമുള്ളവൻ, രാജാവായിരിക്കേണ്ടവൻ,
ജനത്തെ നയിക്കേണ്ടവൻ, കിരീടവും ചെങ്കോലും വഹിക്കേണ്ടവൻ, സിംഹാസനത്തിൽ ഇരിക്കേണ്ടവൻ, ആമേൻ കുപ്പായമിടേണ്ടവൻ, ആമേൻ കിടക്കുന്ന എവിടെയാ? ആടുകളുടെ കൂടെ ഉൾവനത്തിനകത്താ. ദൂതുണ്ടെങ്കിൽ, വാഴ്ത്തത്വമുണ്ടെങ്കിൽ, വിളിയുണ്ടെങ്കിൽ, തെരഞ്ഞെടുപ്പുണ്ടെങ്കിൽ, നീ ഏത് വനത്തിലായിരുന്നാലും ദൈവം നിന്നെ പൊക്കിക്കൊണ്ടുവരും. ഇന്ന് പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് ശക്തമായി അറിയിക്കുന്നു, ആമേൻ, നീ എവിടെയായിരുന്നാലും വാഴ്ത്തത്വമുള്ളവനെ ഒരിക്കലും ഒരു വനത്തിനകത്തും ബന്ധിക്കാൻ കഴിയത്തില്ല. വാഴ്ത്തത്വമുള്ളവനെ ആർക്കും ഒതുക്കാൻ കഴിയത്തില്ല. യഹോവയായ ദൈവം ഡയറക്റ്റായിട്ട് നിന്റെ അടുത്തേക്ക് പ്രവാചകനുമായി അഭിഷത്ത തൈലക്കൊമ്പുമായി നിന്റെ അടുത്ത് ഇന്ന് പകൽക്കാലം കടന്നു വരികയാണ്. ആമേൻ. ദൈവകുഞ്ഞ്, ഇതിനകത്ത് ആമേൻ സ്തോത്രം. അങ്ങനെ ശമൂവേൽ തൈലക്കൊമ്പെടുത്തു, അവൻ്റെ സഹോദരന്മാരുടെ നടുവിൽ വച്ച് അവനെ അഭിഷേകം ചെയ്തു. യഹോവയുടെ ആത്മാവ് അന്നു മുതൽ ദാവീദിന്റെ മേൽ വന്നു. ശമൂവേൽ എഴുന്നേറ്റ് രാമയിലേക്ക് പോയി. നോയിക്കേ, പ്രൈസ് ദി ലോർഡ്. എന്നാൽ യഹോവയുടെ ആത്മാവ് ശൗലിനെ വിട്ടുമാറി. യഹോവ അവനെ ബാധിച്ചു. കണ്ടോ? അപ്പൊ ദൈവത്തിന്റെ ആ ഹിതപ്രകാരം നിൽക്കാത്ത ശൗലിന്റെ മേൽ പരിശുദ്ധാത്മാവ് മാറി. പ്രൈസ് ദി ലോർഡ്. ആമേൻ. പരിശുദ്ധാത്മാവ് അവന്റെ മേൽ നിന്ന് മാറിയപ്പോ പിന്നെന്താ വന്നത്? ദുരാത്മാവ്. അപ്പോൾ ശൗലിന്റെ ഭൃത്യന്മാർ അവനോട്, ദൈവം അയച്ച ഒരു ദുരാത്മാവ് നിന്നെ ബാധിച്ചിരിക്കുന്നുവല്ലോ. ഹല്ലേലൂയ, ആമേൻ. അപ്പോ ശൗലിന്റെ ഭൃത്യന്മാർക്ക് അത് മനസ്സിലായി. ഇന്നലെ വരെ പോകുന്ന പോക്കല്ല ഇപ്പൊ പോകുന്നേ, നിന്റെ മേലൊരു ദുരാത്മാവ് വന്നിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ധൈര്യമായി പറയൂ, ധൈര്യമായി പറയൂ. ഇന്നലകളിൽ നിന്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നു. പക്ഷെ ഈ സമയം മുതൽ നിന്റെ മേൽ വ്യാപരിക്കുന്നത് ദുരാത്മാവാണെന്ന് പറയാൻ മറച്ചു വയ്ക്കേണ്ട. പരിശുദ്ധാത്മാവ് മാറിയവനെ കാണുമ്പോൾ അറിയാം. പരിശുദ്ധാത്മാവ് മാറിപ്പോയവനെ കാണുമ്പോൾ അറിയാം അവനെ ഭരിക്കുന്നത് ദുരാത്മാവാണ് എന്ന് ഉറപ്പായിട്ടും വേദപുസ്തക പ്രകാരം അറിയാൻ പറ്റും. പ്രൈസ് ദി ലോർഡ്. അതാണ് അവിടെ ഉറപ്പിച്ചു പറഞ്ഞത്. ഇത് നിന്റെ ജീവിതത്തിൽ ദുരാത്മാവ് ബാധിച്ചിരിക്കുന്നു. നിന്റെ യാത്രകൾ ശരിയല്ല, നിന്റെ സംസാരങ്ങൾ ശരിയല്ല, നിന്റെ ഇടപാടുകൾ ശരിയല്ല, നിന്റെ പ്രാർത്ഥനകൾ ശരിയല്ല, നിന്റെ ആരാധനകൾ ശരിയല്ല, നിന്റെ ഉപവാസങ്ങൾ ശരിയല്ല, നിന്റെ യാഗങ്ങൾ ശരിയല്ല, നീയും ദൈവവുമായിട്ടുള്ള ബന്ധം ശരിയല്ല. കാരണം നിന്നിൽ വ്യാപരിക്കുന്നത് ദുരാത്മാവാണ്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ക്രമീകരിക്കേണ്ട ഭാഗം നീ ക്രമീകരിക്കേണ്ട ഭാഗം ക്രമീകരിച്ച്, കഴുകൽ പ്രാപിക്കേണ്ട ഭാഗം കഴുകൽ പ്രാപിച്ച്, ശുദ്ധീകരണം പ്രാപിക്കേണ്ട ഭാഗം ശുദ്ധീകരണം പ്രാപിച്ച് ഈ ദിവസങ്ങളിൽ മുൻപിലോട്ട് വന്നാൽ ചിലപ്പോ ദൈവം മനസ്സിലെയും. അതിവിടെ എഴുതിയിട്ടില്ല കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഇന്ന് പകൽക്കാലം ദൈവം മനസ്സലിയുന്ന മഹാദയുള്ള കൃപയും ദീർഘക്ഷമയുള്ള ദൈവമാകയാൽ ചിലപ്പോൾ സഹോദര സഹോദരി നിന്റെ ജീവിതത്തിൽ ആമേൻ ഒരു മനസ്സലിവ് വന്നാലോ, ഇന്നലകളിൽ നിന്റെ ജീവിതത്തിൽ അനുഭവിച്ച വേദനകളും പങ്കപ്പാടുകളും പ്രാർത്ഥനാക്കുറവുകളും ഉപവാസത്തിന്റെ കുറവുകളും നീയും ദൈവവുമായിട്ടുള്ള ആമേൻ സ്തോത്രം നീണ്ട ചില വർഷങ്ങളായിട്ടുള്ള ബന്ധമില്ലാത്ത നിന്റെ യാത്രകൾ, നിന്റെ പ്രവർത്തനങ്ങൾ, നിന്റെ പ്രവർത്തികൾ, ദൈവവും നീയുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത നിന്റെ ഇടപാടുകൾ ഇന്ന് പകൽക്കാലം ദൈവം പറയുന്നു അതിനെ ആമേൻ ഈ പകലിൽ കർത്താവ് എടുത്ത് മാറ്റുകയാ. സ്തോത്രം. ഹല്ലേലൂയ. നോക്കൂ, ദാവീദിന്റെ മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു. പരിശുദ്ധാത്മാവ് ദാവീദിന്റെ മേൽ നോക്കൂ. അങ്ങനെ ശമൂവേൽ തൈലക്കൊമ്പ് എടുത്ത് അവന്റെ സഹോദരന്മാരുടെ നടുവിൽ വെച്ച്, നിന്റെ സഹോദരന്മാരുടെ നടുവിൽ, നിന്നെ നിന്ദിച്ചവരുടെ നടുവിൽ, നിനക്ക് നല്ല വിദ്യാഭ്യാസം തരാത്തവരുടെ നടുവിൽ, നിന്നെ തള്ളിക്കളഞ്ഞവരുടെ നടുവിൽ നിന്നെ ചേർത്ത് പിടിക്കുന്ന ഒരു അഭിഷേകം നിന്റെ മുമ്പിൽ വരാൻ പോകുന്നു. സ്തോത്രം. ഹല്ലേലൂയ. നിന്റെ നാമെ തള്ളിക്കളഞ്ഞ നാണം കെടുത്തിയ സഹോദരന്മാരുടെ നടുവിൽ വച്ച് അവനെ അഭിഷേകം ചെയ്തു. യഹോവയുടെ ആത്മാവ് അന്ന് മുതൽ എപ്പോഴാണോ അഭിഷേക തൈലം ദാവീദിന്റെ തലമേൽ ഒഴിച്ചത്, ആ സമയം മുതൽ രാജാവിന്റെ ആത്മാവ് അഭിഷേകം അവന്റെ മേൽ ഇറങ്ങി വന്നു. ഇന്ന് പകൽക്കാലം ദൈവകുഞ്ഞെ, നിന്നെ എന്തിനു വേണ്ടി അഭിഷേകം ചെയ്തേ?
രാജാവായി ഇരിക്കാൻ അഭിഷേകം ചെയ്തേ? അല്ലേ ഒരു ശുശ്രൂഷകനായിരിക്കാനാണോ? അല്ലേ ഒരു വിശ്വാസിയായിരിക്കാനാണോ? അല്ലേ പാടുവാൻ വേണ്ടിയാണോ? അല്ലേ പള്ളിയിൽ പ്രബോധിപ്പിക്കാൻ വേണ്ടിയാണോ? ഇല്ലേ പള്ളിയുടെ പണി ചെയ്യാൻ വേണ്ടിയാണോ? അല്ലേ പള്ളിയുടെ മുറ്റം അടിക്കാൻ വേണ്ടിയോ? നിന്നെ എന്തിനാ അഭിഷേകം ചെയ്തേ? അതിന്ന് രാവിലെ ചിന്തിക്കേണ്ടതായുണ്ട്. പ്രൈസ് ദി ലോർഡ്. നിന്റെ അഭിഷേകം എന്തിനുള്ളതാ? ആമേൻ. നിന്റെ അഭിഷേകം എന്തിനുള്ളതാ? നിന്റെ അഭിഷേകം, ആ അഭിഷേകം ഇന്ന് പകൽക്കാലം അതെന്തിനാ ദൈവം എന്നെ അഭിഷേകം ചെയ്തത്? അത് ചോദിച്ച് ദൈവമായിട്ടൊരു ബന്ധത്തിൽ മുമ്പിലോട്ട് വരണമെന്ന് ദൈവാത്മാവ് ഇന്ന് പകൽക്കാലം ഓർപ്പിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതവേളയ്ക്കായി സ്തോത്രം. ഞങ്ങളെ ഒരുമിച്ച് അനുഗ്രഹിക്കണം. കർത്താവിൻ്റെ കൃപയിൽ പൊതിയണമേ. ദൈവ സാന്നിധ്യം കൊണ്ട് മറയ്ക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൃപയിൽ മറച്ച് ഞങ്ങളെ മാനിക്കും യേശുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും.